ഹായ് ഓൾ, ഇതാ ഞാൻ മറ്റൊരു വിഭവം ആയിട്ട് വരുവാണ്. നമ്മളുടെ ചിക്കൻ മൗഗ്ലി കറി, അതായത് നല്ലതായിട്ട് മസാലകളൊക്കെ വരുന്ന ഒരു തരം കറിയാണ്. നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്ന ഒരു കറിയാണ്. അപ്പോൾ അതിന് നമ്മൾ മുഗ്ലി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്, ചിക്കൻ മുഗ്ലി കറി. അപ്പോൾ ഇതിന് എന്താണ് വിഭവം എന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് സവാള വറുത്തെടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടുന്ന മസാലകൾ കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ മസാല, ഗരം മസാല, കൊറിയാണ്ടർ പൗഡർ, പിന്നെ മുളക് പൊടി, അതായത് പെപ്പർ പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ, മഞ്ഞൾ പൊടി, കുറച്ച് കൊറിയാണ്ടർ പൗഡർ, ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ കൂടാതെ കറിവേപ്പില, നാരങ്ങ. ഇതിന് മിക്സ് ചെയ്യുന്നത് ഈ തൈരിനകത്താണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്, ഒരു അമൂൽ ബട്ടറുണ്ട്. ഇനി നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത്രയും ഞാൻ പറഞ്ഞത് മാരിനേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സാണ്. ഇത്രയും സാധനങ്ങളും ഈ ഫ്രൈ ചെയ്ത സവാളയും കൂടെ ചേർത്താണ് മാരിനേറ്റ് ചെയ്യുന്നത്. ഇത് കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ് സവാള, തക്കാളി, ഗ്രീൻ ചില്ലി, വെളുത്തുള്ളി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉള്ളതുകൊണ്ട് ജിഞ്ചർ എടുത്തിട്ടില്ല, സോയാ സോസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കറിക്ക് വേണ്ടി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി കറി ഉണ്ടാക്കാനായിട്ട് ആദ്യമേ മാരിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മളുടെ സവാള ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതിൽ പകുതി നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് എടുത്ത് മാറ്റി വെക്കും. ബാക്കിയെല്ലാം നമ്മുടെ മസാലയുമായിട്ട് മിക്സ് ചെയ്ത് ചിക്കനുമായിട്ട് കൂട്ടിച്ചേർക്കാൻ പോവുകയാണ്. നമ്മളുടെ മസാലകളിൽ ചുവന്നുള്ളി ഇട്ടു. ഞാൻ ഈ ചിക്കൻ ഓൾറെഡി മഞ്ഞളുമായിട്ടാണ് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് ചിക്കന് മഞ്ഞ നിറം. നമ്മൾ മഞ്ഞളുമായിട്ട് വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റേതായ ആ ഒരു എന്താ പറയുക, നമ്മുടെ മ്യൂക്കസ് പോലത്തെ പോർഷൻസ് എല്ലാം തന്നെ നമുക്ക് മാറിക്കിട്ടും. ഇനി നമ്മൾ എല്ലാ മസാലകളും കൂടെ ഒന്നിച്ച് ഇതിലേക്ക് ഇടുകയാണ്. ഇനി നമ്മളിതിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ആ നാരങ്ങയും കൂടെ ചേർത്ത് നാരങ്ങയും കൂടെ സ്ക്യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാം ഒന്നിച്ചൊന്ന് കൂട്ടി യോജിപ്പിക്കാം. നമ്മളെ മസാല എല്ലാം ഇട്ടു, നാരങ്ങ നീര് ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കേർഡ്സ്, തൈര് ഒഴിക്കുകയാണ്. തൈരൊഴിച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ആവശ്യത്തിനിടുക. നമ്മളിതിനകത്ത് മസാല ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ കാശ്മീരി ചില്ലി, മുളക്, ചിക്കൻ മസാല ഇതെല്ലാം വന്നിട്ടുണ്ട്. എല്ലാ മസാലകളും വന്നിട്ടുണ്ട്. ഇനിയും കൂടാതെ നമ്മൾ അല്പം സോയാ സോസ് കൂടെ ഒഴിക്കുകയാണ്. ഇത്രയും ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് 2 ക്യാപ്പ് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് വേണ്ടുന്നത് ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഉപ്പൂടെ ആവശ്യത്തിന് ചേർത്ത ശേഷം വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്ക് മിക്സ് ചെയ്ത ശേഷം വരാം. ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് കൂടെ കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിൽ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ അടച്ച് വെച്ചിട്ട് ഈവനിങ്ങിലേക്ക് നമ്മൾ കുക്ക് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് നമുക്ക് എടുത്തു വെക്കാം. നമ്മളുടെ തക്കാളിയും അതേപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും, ഇത് ഫ്രിഡ്ജിലിരിക്കുന്നതുകൊണ്ട് ഒരു ഐസുണ്ട്, ഫ്രിഡ്ജിലായിരുന്നു ഇത്ര നേരം ഇരുന്നത്. അപ്പോൾ ആ തക്കാളിയും ഇത് രണ്ടും കൂടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. മീൻ ടൈം ബാക്കി രണ്ടും എണ്ണയിലിട്ട് വറക്കാൻ പോവുകയാണ്. ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെയിം ടൈമിൽ നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചു. ഇത് വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കാണ് എപ്പോഴും ടേസ്റ്റ്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കടുകിടുകയാണ്. കടുക് പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ്, അതായത് വെളുത്തുള്ളി, നമ്മുടെ പച്ചമുളക്, അതേപോലെ നമ്മുടെ ഗാർലിക്ക്, ഇത്രയും കാര്യങ്ങളിട്ട് നമ്മൾ വീണ്ടും ഫ്രൈ ചെയ്യുകയാണ്. അതിനോടൊപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അതിൻ്റെ ആ പച്ചമണം മാറിക്കഴിയുമ്പം നമ്മളുടെ ഗ്രൈൻഡ് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിക്കാം. നമ്മൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് പെരിഞ്ജീരകം ഇടാമെന്നാണ്. പെരിഞ്ജീരകം പൊട്ടിക്കഴിയുമ്പം നമ്മൾ തീ ഒന്ന് സിമ്മിലിട്ടിട്ട് കുറച്ച് മസാലകൾ ഇടാനുണ്ട്. അതായത് നമ്മുടെ ചിക്കൻ മസാലയും കാശ്മീരി ചില്ലി പൗഡർ ഇച്ചിരിടാം. ചിക്കൻ മസാല ഇട്ടു. അതിന് മുകളിലേക്ക് നമ്മൾ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ ഇടുകയാണ്. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്യുകയാണ്. ഇത് ഫ്രൈ ചെയ്ത ശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ
ആ ഗ്രേവി ഇതിലേക്ക് ഒഴിക്കും. ഇതിൽ കുറച്ച് വെള്ളം ചേർത്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. സവാളയ്ക്ക് വറുത്തതായതുകൊണ്ട് ആ ഒരു തിക്നെസ് കിട്ടും. ശരിക്കും കറിക്ക് ആ തിക്നെസ് കിട്ടാൻ വേണ്ടിയും കൂടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. നമ്മൾ ചിക്കൻ എടുക്കുന്ന സമയത്ത് ലാസ്റ്റിൽ ഈ ചിക്കൻ വെച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഗ്രൈൻഡർ ഒന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇതിപ്പോൾ പച്ച മണം പോകുന്നതിന് വരെ വഴറ്റിയ ശേഷം നമുക്ക് ആ ചിക്കൻ അതിലേക്ക് ഇടാം. എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ പയ്യെ ഒഴിച്ചു കൊടുക്കാം. പയ്യെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇനി അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരു 2 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനിലെല്ലാം തന്നെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്ത മസാലയും കൂടെ ഇതിൽ പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മസാലകൾ ഇരുന്ന പാത്രം, അതായത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പാത്രത്തിൽ കുറച്ച് മസാലയുണ്ട്. ഈ മസാലയിലേക്ക് നമ്മളുടെ ആ മിക്സിയിലുണ്ടായിരുന്ന നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ചേർത്ത് ഈ വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര വെള്ളം മതി. ഇനി ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം വെച്ച് വേണം ഇത് കുക്കാകാൻ. എങ്കിൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്പം കൂടെ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ദോഷമില്ല. നമുക്ക് ആ പാകം നോക്കിയിട്ട് നമുക്ക് വെള്ളം ചേർക്കാം. ഇവിടെ ചിക്കൻ എല്ലാം നമ്മൾ മിക്സ് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ഒരു സ്റ്റീൽ ഗ്ലാസ്, ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിന് പറ്റുന്ന വെള്ളം, അത്രയും വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഇനി ഇത് ഇരുന്നിട്ട് നമ്മുടെ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത ശേഷം അടച്ചു വെച്ചിരിക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്തൊരു 10 മിനിറ്റിന് ശേഷം നമുക്ക് വരാം. നമ്മളുടെ ചിക്കൻ കറി അടിപൊളി സൂപ്പർ റെഡി ആയിട്ടുണ്ട്. ഇത് യമ്മി ടേസ്റ്റി ചിക്കൻ കറിയാണ്. ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഗ്രേവിയൊക്കെ നല്ല തിക്കായി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു ടേസ്റ്റി ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. നന്നായിട്ട് നമുക്ക് സെർവ് ചെയ്തിട്ട് വരാം. ഇത് മല്ലി ലീഫ് ഉള്ളവർ അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്കത് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം. നമ്മളുടെ ചിക്കൻ കറി നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബട്ടറും വെച്ചിട്ടുണ്ട്. ഇതിനെയും ഇതിൻ്റെ ചൂട്, ആ ചൂടിൽ ബട്ടർ ഉരുകി ഇറങ്ങി അതെല്ലാം കൂടെ ഇതിനകത്ത് ഈ ചിക്കനിലേക്ക് കറിയിലേക്ക് മിക്സ് ആകുമ്പം നല്ല ടേസ്റ്റാണ്. നമുക്കപ്പോൾ ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചിട്ട് എൻ്റെ അഭിപ്രായം പറയണം. നല്ല യമ്മി ടേസ്റ്റാണ്. കയറി ഇറങ്ങിയും കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നമ്മുടെ മൗഗ്ലി ചിക്കൻ കറി എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. പുതിയൊരു വിഭവമാണ്. അപ്പോൾ അടുത്തൊരു വിഭവം വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.